മലയാള സാഹിത്യത്തിൻ്റെ പെരുന്തച്ഛൻ എം.ടി. വാസുദേവൻ നായർക്ക് വിട. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10 മണിക്കോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. എം.ടിയുടെ കോഴിക്കോട്ടെ വസതിയായ സിത്താരയിൽ പൊതുദർശനം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിവരെ പൊതുദർശനം തുടരും. പ്രമുഖർ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. സിത്താരയിൽ നിന്നും അനഘ, മിഥുൻ പിള്ള, ഗോകുൽ എന്നിവർ ചേരുകയാണ്. ആദ്യം മിഥുൻ പിള്ളയിലേക്ക്. മിഥുൻ, സിത്താരയിലേക്ക് അണമുറിയാത്ത പ്രവാഹമാണ്. അത് കലാരംഗത്തെ, സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ, സാമൂഹിക ചലച്ചിത്ര രംഗത്തെ, എന്തിന് സാധാരണക്കാർ വരെ തങ്ങളുടെ പ്രിയപ്പെട്ട എം.ടിക്ക് കണ്ണീർ പ്രണാമമർപ്പിക്കാൻ, അന്ത്യ പ്രണാമമർപ്പിക്കാൻ മറ്റു വിവരങ്ങൾ കൂടി. എം.ടിയെ അവസാനമായി ഒരു നോക്കു കാണുവാനായി അണമുറിയാത്ത പ്രവാഹം പോലെ കോഴിക്കോട് നടക്കാവിലെ സിത്താരയിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയും എം.ടിയുമായുള്ള ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ നിമിഷവും ആ ഒരു ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇവിടെ എത്തി എം.ടിക്ക് അന്ത്യോപചാരം അർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയം മുമ്പ് സിനിമ സംവിധായകനും തിരക്കഥാകൃത്തുമായ എസ്.എൻ. സ്വാമി, അതുപോലത്തെ സംവിധായകൻ ജയരാജ്, ബി.ജെ.പി സംസ്ഥാന സെക്രട്ടറി എം.ടി. രമേശ്, ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയും തുടർന്ന് അദ്ദേഹവുമായി ഉള്ള ഒരു ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. 4 മണിയോടുകൂടി തന്നെ ഇവിടുത്തെ ഈ പൊതുദർശന ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തിയാക്കി. ഏതാണ്ട് 5 മണിയോടുകൂടി മാവൂർ റോഡിലെ ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംസ്കരിക്കും. ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ഒക്കെ തന്നെ നടക്കുക. ഇപ്പോൾ മന്ത്രി എം.ബി. രാജേഷ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. എം.ബി. രാജേഷിൻ്റെ പ്രതികരണം നമുക്ക് നോക്കാം. എം.ബി. രാജേഷ് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. കെ.പി. എം.ബി. രാജേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. തത്സമയം മലയാളത്തിൻ്റെ അക്ഷരപുണ്യമാണ് ശ്രീ എം.ടി. ഞങ്ങളുടെ തലമുറയെയും അതിനു മുമ്പുള്ള തലമുറയെയും അതിനു ശേഷമുള്ള തലമുറയെയും ഒക്കെ സാഹിത്യത്തിൻ്റെയും കഥയുടെയും ഭാവനയുടെയും വിശാലമായ ലോകങ്ങൾ കാണിച്ചു തന്ന വഴികാട്ടിയാണ് അദ്ദേഹം. വ്യക്തിപരമായി പറഞ്ഞാൽ കൂടല്ലൂർകാരൻ ആയിട്ടുള്ള എം.ടിയുടെ പ്രദേശത്തെയാണ് ഞാൻ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത്. എം.ടിയുടെ നാട്, അദ്ദേഹത്തിൻ്റെ തറവാട്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, അവരെല്ലാം അടുത്തറിയുന്ന ആളെന്ന നിലയിൽ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള നഷ്ടം കൂടിയാണ്. എം.ടിയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. എം.ടിയുടെ വിയോഗത്തോടു കൂടി മലയാളിയുടെ സാംസ്കാരിക ജീവിതം കൂടുതൽ ദരിദ്രമായതുപോലെ അനുഭവപ്പെടും. ഈ ശൂന്യത നികത്താൻ ഏറെ കാലമെടുക്കും. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ. മന്ത്രി എം.ബി. രാജേഷ് എം.ടിയെ സ്മരിക്കുകയായിരുന്നു. മിഥുൻ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ സ്വരത്തിലാണ് പറയാനുള്ളത്. കാരണം പകരം വെക്കാനില്ലാത്ത ഒരു ധന്യ ജീവിതം, എഴുത്തിൻ്റെ മഹാസാഗരം. എങ്ങനെയാണ് എം.ബി. രാജേഷ് അദ്ദേഹത്തെ ഓർത്തെടുത്തത്? കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരം കൂടുതൽ ദരിദ്രമാകുന്ന ഒരു സാഹചര്യമാണ് എം.ടിയുടെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം എടുത്ത് പറഞ്ഞൊരു കാര്യം. മാത്രമല്ല, പാലക്കാടുകാരനാണ് എം.ബി. രാജേഷ്. അതുകൊണ്ട് തന്നെ തനിക്ക് വ്യക്തിപരമായൊരു നഷ്ടം കൂടിയാണ് എം.ടിയുടെ വിയോഗമെന്ന് കൂടിയാണ് അദ്ദേഹം അനുസ്മരിച്ചത്. എന്തായാലും ഈ അണമുറിയാത്ത ഒരു പ്രവാഹമായി തന്നെ ആളുകൾ ഇങ്ങനെ കോഴിക്കോട് സിത്താരയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം എത്രത്തോളം അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ സാധാരണക്കാരിലേക്ക് എത്രത്തോളം ഇഴുകിച്ചേർന്നിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തോട് എത്രത്തോളം ചേർന്നിരുന്നു എന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ രാവിലെ ഈ ഒരു അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണുന്ന ചടങ്ങുകൾ തുടങ്ങിയ സമയത്ത് ആളുകളുടെ എണ്ണം കുറവായിരുന്നെങ്കിൽ പോലും പിന്നീട് ആ ഒരു എണ്ണം പ്രവചിക്കാൻ കഴിയാത്തത്ര ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ആ ഒരു പ്രവാഹം തുടരുകയാണ്. കൃത്യമായി ക്യൂ പാലിച്ചുകൊണ്ട് ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും 4 മണിയോടുകൂടി തന്നെ ഈ വീട്ടിലെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞ് നേരെ മൗറോഡ് ശ്മശാനത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇതിലും കേരള സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്തുള്ള എല്ലാ ആളുകളും തന്നെ അദ്ദേഹത്തിനെ അന്ത്യോപചാരം അർപ്പിക്കാൻ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം എത്രത്തോളം ഈ ഒരു സാമൂഹ്യ പരിസരത്തിൽ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് തെളിയിക്കുക കൂടിയാണ് ഇവിടുത്തെ ഈ ഒരു കാഴ്ചകൾ. കെപി തുടങ്ങിയപ്പോൾ അനഘ കൂടി ചേരുകയാണ്. അനഘ, ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും മണമുറിയാത്ത പ്രവാഹമാണ്. രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ സ്വകാര്യ ആശുപത്രിയിലായാലും സിത്താരയിലേക്കായി കഴിഞ്ഞാലും ആരാധകരും ആസ്വാദകരും അദ്ദേഹത്തെ അടുത്തറിയുന്നവരും ഒക്കെയും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട എഴുത്തുകാരൻ, പകരം വെക്കാനില്ലാത്ത എഴുത്തുകാരൻ, അത് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത്. കാരണം MTക്ക് തുല്യം MT മാത്രമാണ്. ആ മഹാനുഭാവൻ്റെ വീട്ടവ് നികത്താൻ ഇനിയൊരാൾക്ക് സാധ്യമല്ല. കാരണം അത്രത്തോളം ഹൃദയം കൊണ്ട് ഏറ്റെടുത്തതാണ് മലയാളികൾ ഒന്നാകെ ആ അക്ഷര സുഹൃതത്തെ. എത്രത്തോളമാണ് ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് ദൂരദിക്കുകളിൽ നിന്നടക്കം അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലിയർപ്പിക്കാൻ. ഇപ്പോഴും ഇനി മണിക്കൂറുകൾ മാത്രമാണ് MTയുടെ ഭൗതിക ശരീരം ഈ വീട്ടിൽ, ഈ സിത്താരയിലെ വീട്ടിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഉച്ച കഴിഞ്ഞ നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് ഇപ്പോൾ MT അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ എല്ലാവരും, പ്രമുഖരും സിനിമാ രംഗത്തെ എല്ലാവരും തന്നെ ഇപ്പോൾ ഇതിനോടകം ഇവിടെ എത്തി MTയെ ഒരു നോക്ക് കണ്ട് മടങ്ങിയിട്ടുണ്ട്. ഈ വീട്ടിലേക്ക്, ഈ അങ്കണത്തിൽ നിന്ന് മടങ്ങുന്നവരൊക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് മലയാളത്തിന്, നമ്മുടെ സാംസ്കാരികത ഒക്കെ നികത്താനാകാത്ത, ഒന്നുകൊണ്ടുപോലും പകരം വെക്കാനില്ലാത്ത ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ണു നിറഞ്ഞാണ് പലരും ഇവിടെ നിന്ന് പോകുന്നത്. MT എന്ന ആ പ്രതിഭാസത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, MTയെ എഴുത്തിലൂടെ മാത്രം അറിയുന്ന ആളുകളും കേരളത്തിന് പുറത്തു നിന്നുള്ളവർ പോലും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ്. എഴുത്തിലൂടെ മാത്രം MTയെ അത്രമേൽ ഇഷ്ടപ്പെട്ട, അത്രമേൽ പ്രണയിച്ചിരുന്നവരാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മാത്രമല്ല MTയുടെ എഴുത്തിൻ്റെ ഒരു തീഷ്ണത അത് നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചും അറിയാം. ഈ MTയെ സംബന്ധിച്ച കോഴിക്കോട്, അതൊരു കോഴിക്കോടുമായി വല്ലാത്തൊരടുപ്പമുണ്ട്. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചും MTയുമായി വല്ലാത്തൊരടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ മരണവിവരം അറിഞ്ഞതു മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഇടമുറിയാതെ ആളുകൾ ആ ഭൗതികദേഹം കാണാൻ ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി എത്തിയിരുന്നു. ഈ മുഖ്യമന്ത്രി എത്തിയതോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒന്ന്, ഈ MT ഈ കഴിഞ്ഞ സമയത്ത് ഈ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗിച്ചിരുന്നു. അത് വലിയ കോളിളക്കമുണ്ടാക്കിയ, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗമായിരുന്നു. അത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി അത്തരത്തിലൊരു പ്രസംഗം നടത്താൻ മറ്റാരും, ഇന്ന് സാഹിത്യരംഗത്തിലുള്ള ഒരു സാഹിത്യകാരനും കാണിക്കാത്തൊരു ധൈര്യം, ആർജവമായിരുന്നു അന്ന് MT കാണിച്ചത്. അത് വലിയ കോളിളക്കമുണ്ടാക്കിയിരുന്നു. ഒരു ചിരിയോടെ ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ MTക്ക് മറുപടി നൽകിയത്. കാരണം MTയോട് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം അധികാര ഗർവിലിരിക്കുന്ന എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു, അത്തരത്തിലുള്ള രൂക്ഷ വിമർശനമായിരുന്നു MT അന്ന് ഉന്നയിച്ചത്. അത്തരത്തിൽ എല്ലാ കാലത്തും തനിക്കിഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ തെറ്റെന്ന് തോന്നുന്നതിനെ, അത് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് ഇനി എത്ര കൊലകൊമ്പനാണെങ്കിലും അവർക്ക് മുന്നിൽ അടിയറവ് പറയാതെ തനിക്ക് 100% ഉറപ്പുള്ള കാര്യങ്ങൾ ഏത് സമൂഹത്തോടും വിളിച്ചു പറയാനുള്ള ഒരു ആർജവം, അത് MT എന്ന എഴുത്തുകാരൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. ആ പ്രത്യേകത MTയുടെ എഴുത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും നമുക്ക് എടുത്തു പറയേണ്ട MTയുടെ എഴുത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. എല്ലാ കാലത്തും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രത്യേകമായൊരു പരിഗണന MT കൊടുത്തിരുന്നു.
അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാലത്തിലെ സേതു, അത്തരത്തിൽ സുമിത്ര, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ട്. അങ്ങനെ സ്വന്തം ജീവിതാനുഭവങ്ങളാണ് എം ടിക്ക് പലപ്പോഴും എം ടിയുടെ എഴുത്തിന് കരുത്ത് പകർന്നത്. ആ കരുത്തിൻ്റെ വെളിച്ചത്തിലായിരുന്നു എം ടി എന്ന എഴുത്തുകാരൻ മുന്നോട്ട് പോയത്. ആ എഴുത്ത് ഇനി ഉണ്ടാവില്ലല്ലോ എന്നൊരു സങ്കടമാണ് ഇവിടെ ആകെ നിഴലിക്കുന്നത്. ജീവസുറ്റ, ആരോടും പ്രതികരിക്കാത്ത, എല്ലാം അവസാനിച്ച ഒരു എം ടി ആണ് ഇപ്പോൾ നമുക്ക് ആ സിത്താരയിലെ നടുത്തളത്തിൽ കാണാൻ കഴിയുന്നത്. ഒന്നിനോടും പ്രതികരിക്കാത്ത, ഇനി ആ വിരലുകൾ ഒരിക്കലും ഒരു പേന പിടിക്കില്ല, അങ്ങനെ ആ ഒരു സങ്കടം അത് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നിഴലിക്കുന്നുണ്ട്. കാരണം ഇനി എം ടിയുടെ ഒരു എഴുത്ത് അത് മലയാളത്തിനില്ല എന്ന് ഓർക്കുമ്പോഴുള്ള സങ്കടം അതൊന്നുകൊണ്ടും നമുക്ക് നികത്താൻ കഴിയില്ല. പക്ഷേ ഒരു യുഗം തന്നെ എം ടി ഉണ്ടാക്കിയ ഒരു വലിയ യുഗമുണ്ട്. മലയാളത്തിൻ്റെ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വരും തലമുറകളൊക്കെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു എഴുത്തുകാരനായി ആ എഴുത്തിലൂടെ എം ടി ജീവിക്കും. പക്ഷെ അപ്പോഴും കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഈ എം ടി ഈ സിത്താരയിലെ ഈ വീട്ടിലെ ഉമ്മറക്കൊലായിലിരിക്കുന്നത് കാണാനായി മാത്രം ഈ ഗേറ്റിന് മുന്നിൽ പലപ്പോഴും ആളുകൾ തടിച്ചുകൂടാറുണ്ട്. അവരോട് ചിലപ്പോൾ അവരെ നോക്കി ചിരിക്കുന്ന എം ടി ഉണ്ടാകാറുണ്ട്, ചിലപ്പോൾ അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ പരുക്കനായിരിക്കുന്ന എം ടിയെയും ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് സുപരിചിതമാണ്. പക്ഷെ അപ്പോഴും ആരും എം ടിയെ കുറിച്ചൊരു പരാതി പോലും പറഞ്ഞിട്ടില്ല. കാരണം എഴുത്ത് എം ടിക്ക് ഒരു അത്ഭുതമായിരുന്നു. ആ എഴുത്തിനെ നോക്കി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ഇവിടെയുള്ള എല്ലാവരും, എഴുത്തിനെ പ്രണയിക്കുന്നവരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ എം ടിയുടെ ആ പരിക്കൻ സ്വഭാവത്തോട് ആർക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അടുത്ത സൗഹൃദങ്ങൾ ഈ എം ടി കോഴിക്കോടേക്ക് എത്തിയപ്പോൾ എം ടിയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നത് എൻ പി മുഹമ്മദ് ആയിരുന്നു. എൻ പി മുഹമ്മദാണ് എനിക്ക് കോഴിക്കോട്ടെ ഏറ്റവും വലിയ സൗഹൃദം എന്ന് ഒരു ഘട്ടത്തിൽ എം ടി പറയുന്നുണ്ടായിരുന്നു. ആ എൻ പി മുഹമ്മദിനൊപ്പം സായാഹ്നങ്ങളിൽ കോഴിക്കോട്ടെ കടപ്പുറത്തിരുന്ന് ഒപ്പം ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് ചിലവഴിച്ച സമയങ്ങൾ, ആ സമയത്ത് കണ്ട കാര്യങ്ങൾ, അതൊക്കെ പലപ്പോഴും എം ടി തൻ്റെ എഴുത്തിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല എം ടി ഒരു ഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് എം ടി അവർ എന്ന ഒരു ചെറുകഥ എഴുതിയ ഒരു കാര്യമുണ്ട്. അതിന് ആസ്പദമായ ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കഥയാണ് എന്ന് എം ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരിക്കൽ കോഴിക്കോട്ട് ബീച്ചിലെ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന സമയത്താണ് തൻ്റെ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് രാത്രി വല്ലാത്തൊരു അനക്കവും ശബ്ദവും ഒക്കെ കേട്ടപ്പോൾ അത് തന്നെ വല്ലാതെ അലോസരപ്പെടുത്തിയെന്നും തനിക്ക് എഴുതാൻ അന്ന് കഴിഞ്ഞില്ല എന്നും ആ മുറിയിലിരിക്കുന്നത് ആരായാലും അയാൾക്കൊരു ഔചിത്യബോധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മനസ്സിൽ താൻ ശപിച്ചു എന്നും എം ടി പറഞ്ഞു. പക്ഷെ അന്ന് വൈകുന്നേരം തിരിച്ച് മുറിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ പോലീസുകാരെയൊക്കെ തന്നെ അന്ന് കണ്ടത്. ശരിക്കും അത് അയാൾ വിഷം കഴിച്ച് മരിക്കുകയായിരുന്നു. ആ അവസാന ശ്വാസം പോകുന്ന അയാളുടെ ആ ഞെരുക്കമായിരുന്നു താൻ കേട്ടിരുന്നത്, അല്ലാതെ അയാൾ ബഹളം വെക്കുകയായിരുന്നില്ല എന്ന് പിറ്റേ ദിവസമാണ് എം ടി മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അവർ എന്ന ഈ കഥ എം ടി എഴുതുന്നത്. അങ്ങനെ ജീവിതത്തിൽ തനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളും ചേർത്ത് വെച്ച് അത് തൻ്റെ തൂലികയിലൂടെ പകർന്നു നൽകുകയാണ് ഈ എം ടി ചെയ്തിരിക്കുന്നത്. എം ടിയുടെ ഓരോ കഥാപാത്രങ്ങളും അത് സ്വന്തം കുട്ടിയെടുത്തിയാണെങ്കിൽ കുട്ടിയെടുത്തി അങ്ങനെയൊക്കെ തന്നെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പകുത്തെടുത്ത ഏട് തന്നെയാണ്. നമ്മൾ ഈ എം ടി എന്ന കഥാകാരനെ, സാഹിത്യകാരനെ എല്ലാം തികഞ്ഞ ആ അതുല്യ പ്രതിഭയെ മലയാളത്തിന് തന്നതിന് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് എം ടിയുടെ അച്ഛനോടാണ്. പിതാവന്ന് എം ടി ആ വീട്ടിൽ നിന്ന് പിതാവിൻ്റെ ആ വാക്കുകൾ കേട്ട് പിണങ്ങി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു കലാസൃഷ്ടി തനിക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തന്നിൽ നിന്നുണ്ടാവില്ലായിരുന്നു എന്ന് എം ടി പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അച്ഛൻ തൻ്റെ 4 മക്കളിൽ ഏറ്റവും ഒന്നിനും കൊള്ളാത്തവനായി തന്നെ ചിത്രീകരിച്ച, തന്നെ അത്രയധികം അപമാനിതനായി കണ്ണിൽ നിന്ന് കണ്ണീര് വീണ ആ ചോറുള്ള ഉപേക്ഷിച്ച് പിറ്റേ ദിവസം ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയ ഒരു എം ടി ഉണ്ട്. മന്ത്രി കെ എൻ ബാലഗോപാൽ അനുസ്മരിക്കുകയാണ് തത്സമയം. അദ്ദേഹത്തെ പറ്റി പറയാൻ അങ്ങനെയുള്ള വാക്കുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല. അദ്ദേഹമായിട്ട് അടുത്ത് പരിചയവും ബന്ധവും ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ വളരെ മിതഭാഷിയായ വളരെ ചുരുക്കം വാക്കുകളിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം. തുഞ്ചൻപറമ്പുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ അനുഭവമാണുള്ളത്. കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ഭാവി തലമുറയ്ക്കും കേരളം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നും സഹായിക്കും.
അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ ചരിത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യരചന എന്നും അത് നമുക്കൊരു സഹായകരമായ ഒന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും സജീവമായി നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്നതിന് അത് സഹായിക്കും. അദ്ദേഹത്തെ പോലൊരു മഹാമനുഷ്യൻ്റെ വേർപാടിന് അങ്ങേയറ്റം ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. കെൻ ബാലഗോപാൽ പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം അത് മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്തതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്.